ചേച്ചി, അതെ നമ്മുടെ അപ്പുറത്തുള്ള ലീനയുടെ കെട്ടിയോനില്ലേ? എന്റെ പൊന്ന് ജസു, എനിക്ക് ഇങ്ങനത്തെ കഥയില്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? എന്ത് ചെയ്യാനാണ് ചേച്ചി? എവിടെയെങ്കിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നാൽ എൻ്റെ കണ്ണിൽ തന്നെ വന്ന് വിടും. അത് പിന്നെ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല. അതുകൊണ്ടാണ്. എന്റെ മോളെ ഒത്തുപോലെ പണിയിടാൻ നോക്ക്. അവക്ക് വട്ടാണ്. വെറുതെ ആവശ്യമില്ലാണ്ട് പണി. എടിയേ, നിന്റെ കെട്ടിയവൻ അർജന്റീനക്കാരനാണാ? പച്ച കുത്തിയിട്ടുണ്ടല്ലോ നെഞ്ചത്ത്. അങ്ങേർക്ക് ടീന എന്ന് പറഞ്ഞൊരു പെണ്ണായിട്ട് മുടിഞ്ഞ പ്രേമമായിരുന്നു. ആ പെണ്ണിന്റെ പേരാണ് ആ നെഞ്ചത്ത് കുത്തിയാക്കണത്. അവള് തേച്ചിട്ട് പോയപ്പോ ടീന മാറ്റി അർജന്റീന ആക്കി. പാവം. അത്ര പാവമൊന്നുമല്ല. ആണുങ്ങൾ അങ്ങനെ അടച്ച് കണ്ണുകൂട്ടി വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അതെന്താണ്? ചേച്ചി ഇങ്ങോട്ട് വന്നേ. എന്താടി പറയുമ്പോ എല്ലാം പറയണമല്ല. ഇങ്ങേരെ ജോലിക്ക് പോയി വന്നതിന് ശേഷം ഉണ്ടല്ല എന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. വന്ന പാടെ ആ ബാത്റൂമിൽ കയറിയ വാതിലങ്ങോട്ട് അടയ്ക്കും. പിന്നെ 1 മണിക്കൂർ കഴിയാതെ അങ്ങേരെ ആ വാതിൽ തുറക്കൂല. അതേറെക്കുറെ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം എന്തൊട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കണേന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് കയറി നോക്കി. എന്നിട്ട് എൻ്റെ ചേച്ചി, ഞാൻ കൊണ്ടൊരു കാഴ്ച ഞെട്ടിപ്പോയി ഞാൻ. എന്നിട്ട് എന്ത് കണ്ട്? ചേച്ചി, ഇവർക്ക് നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി എന്നുള്ള ചിന്തയാണ്. കാര്യം എനിക്ക് അന്നല്ല മനസ്സിലായത്. ഷോ, ഞാനിന്നൊന്ന് വീട്ടിൽ പോവാന്ന് വിചാരിച്ചിരിക്കണേരുന്നു. എന്താടി നീ കണ്ടത്? അതൊന്നു പറ ചേച്ചി. അതുണ്ടല്ല, ആ ദേവന്നി ചേച്ചി, ഇത് അങ്ങേര് വിളിക്കണ്ട്, ഞാൻ പിന്നെ പറയാം. ഇവിടെയും വന്ന പാടെ ബാത്റൂമിൽ കയറണം, 1 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങണം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. ഹലോ. അപ്പൊ നീ വീട്ടിൽ പോണെന്നുണ്ടെന്നാണ് പോഞ്ഞത്? ചേച്ചി, ഇവർക്ക് നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി എന്നുള്ള ചിന്തയാണ്. വീട്ടിൽ പോയില്ലേന്ന്? അതെ, അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ പോവാന്ന് വിചാരിച്ചു. കേറി. എന്താണൊന്നും കേക്കണില്ല. എന്താണ്? ഒരു പാറ്റിങ്ങടെങ്ങാണ്ടും വന്നിട്ടുണ്ടായിരുന്നു. കണ്ട? ഇല്ല. അകത്തേക്ക് വന്നിട്ടില്ല. ഈ രോഗം ഇല്ലായിരുന്ന ആളാ. ഇതാരാണാവോ ഈ സമയത്ത്? ആരാണാവോ? ആരാണ്? ജിൻസൺ അല്ലേ? അതെ. ഇത് തന്റെ നമ്പറല്ലേ ആദ്യം കാണുന്നത്? ആ, നിനക്ക് വീട്ടിലുള്ള പെണ്ണുങ്ങളെ വീഡിയോ കോൾ കൂടി കാണണം അല്ലടാ. ഇനി എങ്ങാനും നീ ഒറ്റക്കുള്ള പെണ്ണുങ്ങൾക്ക് മെസ്സേജ് ഞാൻ അറിഞ്ഞ പുന്നാര മോനെ, ഇതായിരിക്കും എന്റെ കാര്യം, കേട്ടല്ല? എനിക്കറിയാൻ പാടില്ല. ഇടി, ഇതാ ജസ്നയുടെ ഭർത്താവാണ്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു വീട്ടിലെത്തുമ്പോൾ പറയണം നിൻ്റെ അടുത്ത് എന്തോ ചുരിദാർ കൊണ്ടുവന്ന് തരാൻ, അങ്ങനെ എന്തോ കാര്യത്തിനാണെന്ന്. പക്ഷെ ഞാനത് വിട്ടുപോയി. അതിനാണ് ഇയാളീ വന്ന് ഈ തല്ലി മുഴുവൻ തല്ലി തന്നെ. ആണല്ലേ? അങ്ങനെ വീട് മാറിപ്പോയതായിരിക്കും. ഉറപ്പല്ലേ? അല്ലാതെ തല്ലണ്ടായൊന്നുമില്ല. എന്തായാലും ഒരെണ്ണല്ലേ കിട്ടിയുള്ളൂ. ആരും കണ്ടിട്ടൊന്നും ഉണ്ടാവൂല. ആ കേറ്. ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ. എന്തിനാണ് തല്ലയാള്? ഒരു കുഴപ്പമില്ലാതിരുന്ന ഞാനാണ്. നീ ഒരു ഒറ്റൊരുത്തിയാണ് ഇത് ഉണ്ടാക്കിയത്. ഇലക്കേല സംശയം. ചേച്ചി, എന്താ ഉണ്ടായെന്ന് പറ. അങ്ങേരെ ഓഫീസിൽ നിന്ന് വന്ന് കിടന്നുറങ്ങണേരുന്നു. അപ്പം അങ്ങേരെ മൊബൈലിൽ 2 മെസ്സേജ് വന്നു. നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ ഭയങ്കര ശ്രദ്ധയായിരുന്നു. അപ്പോഴാണ് ഫോണിൽ മെസ്സേജ് കണ്ടത്. ഒന്നെടുത്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ആരാണ്? ജോത്സ്ന, ഒരു പെണ്ണ്. അവളയച്ചേക്കണ മെസ്സേജ് എന്തൊന്നായിരുന്നാ, വീട്ടിലാണോ, അവളുണ്ടോ എന്നൊക്കെ. രണ്ടും കൽപ്പിച്ച് ഞാനൊരു കടുങ്കൈ ചെയ്തു. ചേട്ടനാണെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചാറ്റ് ചെയ്ത്. കള്ളത്തരം പിടിക്കണമല്ല. 1-2 മെസ്സേജ് അയച്ചിട്ട് ഞാനൊരു നമ്പർ ഇറക്കി. കഴിഞ്ഞ ആഴ്ച വീഡിയോ കോൾ ചെയ്തപോലെ ഇന്നും കാണാൻ പറ്റുമോ, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് അങ്ങോട്ട് കാച്ചി. ഇപ്പം വിളിക്കാട്ടാന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ വന്ന മെസ്സേജ് എന്തെന്നാണെന്നാ, അനാവശ്യം പറയണോടാ ചെറ്റേന്ന്. അപ്പം തന്നെ എല്ലാ മെസ്സേജും ഡിലീറ്റ് ചെയ്ത് ഫോൺ അവിടെ വെച്ച് ഞാൻ ഒറ്റ അങ്ങോട്ട് മുങ്ങി. പിന്നെ അതിൻ്റെ പുറകെ ഒരു ചേട്ടൻ വന്ന് ഞാൻ അയച്ച മെസ്സേജൊക്കെ കാണിച്ചിട്ട് അങ്ങേരെ ചെവിക്കല്ലിനിട്ട് ഒരെണ്ണം കൊടുത്ത്. എന്തൊക്കെയോ കുറേ ഡയലോഗൊക്കെ പറഞ്ഞും കൊണ്ട് പുള്ളി പോയി. പിന്നെ ഞാനായതുകൊണ്ട് അത് ക്ഷമിച്ച് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്.
അതിന് ഞാനെപ്പോഴാണ് ചേച്ചീനോട് ഇങ്ങനെ കെട്ടിയൊന്ന് സംശയിക്കാൻ പറഞ്ഞത്? ദേ എന്റെ വായൊന്നും എല്ലാം കേൾപ്പിക്കരുത്. നീയല്ലേ പറഞ്ഞ ബാത്റൂമിൽ അന്ന് ഒളിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോ കണ്ടവളമാരായിട്ട് ചാറ്റ് ചെയ്യണൊക്കെ കണ്ടെന്ന്. എപ്പാ? എന്തോ കണ്ട് നീ ഞെട്ടിയാരും പറഞ്ഞില്ലേ? അത് ഇതല്ലാതെ വേറെ ഒന്നാണ്. അതാണാ? അയ്യോ, അന്ന് കണ്ടത് ചാറ്റ് ചെയ്യണമെന്നല്ല, അതിനേക്കാളും വേറെ ഞെട്ടിക്കണ സംഭവമാണ്. എവിടെ വെച്ചാലും എടുത്ത് മറിച്ചളയലാണ്. ഇത് അവള് കണ്ടുപിടിക്കാൻ എനിക്കൊന്ന് കാണണം. എന്നോടാ കളി. അയ്യോ, അതിതാർന്നോ?